ഹൈ ഗൈസ് യു ഗൈസ് വാച്ചിങ് ഇന്ത്യൻ ആൻസർ. സോ ഒരു ഫാർമറിൻ്റെ മോന് ബഹിരാകാശത്ത് പോകാൻ, അതായത് ആസ്ട്രോണറ്റ് ആവാനുള്ള ഒരു കിഡിലൻ ഡ്രീം തലയിൽ വരുന്നതാണ്. ആളുടെ പേരെന്ന് പറയുന്നത് ഹോസ് ഹെർണാണ്ടസ്. സോ ഇയാളെ സ്റ്റോറി പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രൂ സ്റ്റോറി പറഞ്ഞുകൊണ്ടുള്ള ഒരു കിഡിലൻ മൂവിയാണ് എ മില്യൺ മൈൽസ് അവേ. ഞാൻ കിഡിലെന്ന് പറയണത് ഭയങ്കര മാസും അങ്ങനത്തെ ഒരു സംഭവം എന്നല്ല. അയാൾ കഷ്ടപ്പെട്ട രീതികൾ നമുക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ആളെ കുറിച്ചിട്ട്, ഒരു അറിവ്, അങ്ങനത്തെ ഒരു രീതിയിൽ ആ ഒരു കാറ്റഗറിയിൽ ഈ ഒരു മൂവീനെ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിലാണ് സാധനം ഉള്ളത്. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫാർമറിൻ്റെ മോനുണ്ടാവും. ആൾ ഭയങ്കര കിഡിലൻ തലയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇത് ടീച്ചർ മനസ്സിലാക്കി ടീച്ചർ അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. അച്ഛൻ പറയുന്നു 5 പൈസ ഇല്ല എന്ന് അച്ഛൻ പറയുന്നു. എന്നിരുന്നാൽ പോലും അവനെ പഠിച്ച് വലുതാക്കി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആക്കുന്നു. അവിടെയൊന്നും അവൻ്റെ എന്താ പറയുക റിയൽ ഡ്രീം ആസ്ട്രോണറ്റ് ആവണം എന്നുള്ള ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണായിട്ട് ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്ന ആ പെണ്ണിനോട് ഒരു ഡ്രീം ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ ഡ്രീം എന്ന്. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണം, കിട്ടിലും ഫുഡൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങണം. അവൻ്റെ ഡ്രീം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആസ്ട്രോണറ്റ് പറയും. സോ അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ് ചിരിക്കും ആൾ. പക്ഷെ പിന്നെ മനസ്സിലാവുക, ഓ യു സീരിയസ് എന്ന് പറയും. അപ്പോഴാണ് മനസ്സിലാവുക ഇത് സീരിയസ് ആണെന്നുള്ളത്. അങ്ങനെ സൂര്യയും ആ പറഞ്ഞയും കൂടി പടം മാറി എന്തേലും ഹോസ് ഹെർണാണ്ടസ് റോക്കറ്റിൽ പോയില്ലെങ്കിലും 3-4 റോക്കറ്റ് വിട്ടത് സക്സസ് ആവാണ്. അങ്ങനെ 3-4 കുട്ടികളുണ്ടാവുന്നു. അങ്ങനെ കുറേ കൊല്ലം കഴിയുന്നു. എന്നിട്ട് പോലും ഇവനെന്താ പറയുക, നാസയിലേക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എന്താ പറയുക ഒരു സക്സസ് കിട്ടുന്നില്ല. അവിടെ ഒക്കെ റിജക്റ്റ് ആവുകയാണ്, കംപ്ലീറ്റ് പോവാണ്. റിജക്റ്റഡ് അങ്ങനെ കാണിക്കുന്ന ആ ഒരു സംഭവം, ആ കാണിക്കുന്ന ആ ഒരു രീതിയൊക്കെ നല്ല രസം കിട്ടും, പാവം തോന്നും. അങ്ങനെ എൻ്റെ വൈഫ് ചോദിക്കും, Those people who got into the program, what do they have that you don't? ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഇവൻ കംപ്ലീറ്റ്ലി മാറുകയാണ്. ഇവ ഒന്ന് അപ്ഗ്രേഡ് ആവുന്നു, കിഡിലനാവുന്നു. അങ്ങനെ കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ, അതിൽ കുറേ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ അപ്ഗ്രേഡ് ആയിട്ട് ആൾ ഈ ഒരു ടൈമിൽ നേരിട്ട് പോയിട്ട് നാസയ്ക്ക് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നു. അതൊക്കെ നല്ല രസമാണ് ആ സീനൊക്കെ കണ്ട്. ഇതിൻ്റെ ഇടയിൽ കൽപ്പന ചൗളേനെ കാണിക്കുന്നത് ഏറ്റവും മോനെ അത് കണ്ടപ്പോൾ കിട്ടിയില്ല. സീരിയസ്ലി ഭയങ്കര അടിപൊളി സീന്. പക്ഷേ ആ STS 107 അവിടെ ഫെയിലായത് അവിടെ കാണിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്തോ എനിക്ക് ചിലപ്പോൾ ഞാനൊരു ഇന്ത്യൻ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ആ ഒരു എന്താ പറയുക ഭയങ്കര സങ്കടവും. ഞാൻ അങ്ങനെ ആലോചിക്കാം, അതൊക്കെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അവളൊക്കെ എവിടെ എത്തിയേനെ. ആളിപ്പോഴും അടിപൊളിയാണ്, എന്നാലും ആളൊക്കെ എവിടെ എത്തിയേനെ. ഞാൻ അങ്ങനെ ജസ്റ്റ് ആലോചിച്ച് പോയി. ഭയങ്കര കിടിലൻ അടിപൊളി പെണ്ണ്, ഭയങ്കര കിടിലൻ ആളിലെ കൽപ്പന ചൗള. കേൾക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കേട്ടൊരു പേരായിരുന്നു അത്. 2003 ഉണ്ടായ പാവം, എന്ത് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ സ്പേസ് പോണ ആ ഒരു സക്സസ് കാണിക്കുകയാണ്. സംഭവം പടം നല്ല രസമുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര അടിപൊളി. നിങ്ങൾക്ക് ആ ഒരു ഫീലിലാണ് പടം കാണുന്നത് വെച്ചാൽ കാണണ്ട. നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഇയാളെക്കുറിച്ചൊരു ഐഡിയയും ചെറുതായിട്ടൊരു ഇൻസ്പയർഡ് ആവുന്നതും അങ്ങനത്തെ രീതിയിലൊരു പടമാണ്. എനിക്ക് പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പോകണോ മുകളിലേക്കും തോന്നിയിട്ടൊന്നുമില്ല. ആ ഒരു ഫീലൊന്നും അങ്ങനെ ഒന്നുമില്ല. ആളിത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ആ ഒരു ഫീല് നമുക്ക് തോന്നും. പറ്റെങ്കിൽ സമയമുണ്ടെങ്കിൽ 2 മണിക്കൂർ എന്തോ ഉള്ളൂ. അപ്പോൾ പറ്റെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. നൈസ് പടമാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം.